ഇത് എന്താണെന്നറിയോ? ഇത് ഗജേന്ദ്ര ചേന, ആന്ധ്രയാണ് ഇതിന്റെ സ്വദേശം. ഈ നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങി ധാരാളമുണ്ട്. ഇത് അടതാപ്പ്. പുതിയ തലമുറയിൽപ്പെട്ട ആർക്കും ഇത് അറിയത്തില്ല. ഇത് പണ്ട് കാലങ്ങളിൽ വേലിപ്പടർപ്പുകളിൽ ധാരാളം ഉണ്ടായിരുന്നതാണ്. ഇതാണ് മഞ്ഞക്കൂവ. കസ്തൂരി മഞ്ഞളിന്റെ അപരനാണ്. കസ്തൂരി മഞ്ഞൾ പോലെ തന്നെ ഇരിക്കും. കരിമഞ്ഞൾ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതാണ് കരിമഞ്ഞൾ. ഇത് ഒടിച്ചു കഴിയുമ്പോൾ നീല കളറാണ്. കൃഷിയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു 9 വർഷമായിട്ട് പുല്ലിയത്ത് പരിപാടി. എൻ്റെ പേര് പൊന്നൻ. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ കൃഷിഭവന് കീഴിലുള്ള കോതേരി എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ വർഷങ്ങളായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സദാനന്തപുരം KVKയുടെ കീഴിലുള്ള ട്രയലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ ബെഞ്ച് കൃഷി ചെയ്തിരുന്നു, അലങ്കാരവാഴ ചെയ്തിരുന്നു. ഇപ്പോൾ കിഴങ്ങുവർഗ വിളകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപൂർവമായിട്ടുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ എനിക്കുണ്ട്. എൻ്റെ എല്ലാം വിളവെടുത്ത് ഇപ്പം വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം നടിയിലും നടന്നുകൊണ്ടിരിക്കുന്നു. കിഴങ്ങുവർഗ്ഗങ്ങളിൽ അടതാപ്പുണ്ട്, എയർ പൊട്ടറ്റോ എന്ന് പറയും. അത് കഴിഞ്ഞ് മഞ്ഞൾ 3 തരമുണ്ട്. പിന്നെ മുക്കിഴങ്ങ്, ചെറുവള്ളിക്കിഴങ്ങ്, നനകിഴങ്ങ്, മധുരക്കിഴങ്ങ്, കാച്ചിൽ, ചേന, ചേമ്പ്, മധുരച്ചേമ്പ്, കൂവ തുടങ്ങിയ 25ഓളം ഇനം കിഴങ്ങ് വർഗ്ഗങ്ങൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ധാരാളം വിൽപ്പനയും നടക്കുന്നുണ്ട്. ഇതൊരു നാടൻ കാച്ചിലാണ്. ഇത് പിന്നെ കഴിഞ്ഞ മാർച്ചിൽ നട്ടതാണ്. ഒരു 8-9 മാസത്തെ വിളവ് മതി ഇതിന്. അത് കഴിഞ്ഞ് ചാണകപ്പൊടി, വേപ്പമണ്ണാക്കും, കരിയിലകൾ ഇതെല്ലാം കൂടിയിട്ടാണ് ജൈവ രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതൊരു 8-9 മാസം കൊണ്ട് നല്ല വിളവ് കിട്ടും. കഴിക്കാനും നല്ലതാണ്, പുഴുങ്ങിയെടുക്കാനൊക്കെ ആയിട്ട്. ഇതൊരു മരത്തിൻ്റെ മൂട്ടിൽ നിന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പിന് ഇങ്ങനെ വന്നിട്ടുള്ളത്. നല്ല വിളവ് കിട്ടുന്നതാണ്. ഈ കാച്ചിലിന് ഏകദേശം 15 കിലോളം തൂക്കമുണ്ട്. ഇത് പാചകം ചെയ്ത് കഴിക്കുന്നതിനൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇത് വിൽപ്പനയ്ക്കല്ല, ഇത് മുറിച്ച് വീണ്ടും നടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. സുഹൃത്തുക്കളെ, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കിഴങ്ങല്ല. ഇത് വളരെ അപൂർവമായിട്ട് പണ്ട് കാലങ്ങളിൽ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടായിരുന്ന മുക്കിഴങ്ങെന്ന് പറയും. പല സ്ഥലങ്ങളിൽ മുൾക്കിഴങ്ങെന്ന് പറയുന്നുണ്ട്. ഇത് നടുന്ന സ്ഥലത്ത് നിന്നും അതിൻ്റെ വേര് പോയി കുറച്ച് അകലെയായിട്ട് മാറിയാണ് ആ വേര് കനത്ത് വിത്തായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വേര് മൊത്തം ശരിക്കും മുള്ളാണ്. ഇത് പന്നിയൊന്നും ആക്രമിക്കത്തില്ല. കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. കൃഷി ചെയ്യുന്നത് സാധാരണ കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നത് പോലെ തന്നെ മാർച്ച്-ഏപ്രിൽ മാസങ്ങളിൽ തടമെടുത്ത് ചാണകപ്പൊടിയും മറ്റ് ജൈവവളങ്ങളൊക്കെ ചേർത്ത് നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വള്ളിക്കും തണ്ടിലും എല്ലാം മുള്ളാണ്. ഒരു 4 കിലോ, 5 കിലോ, 6 കിലോ ഒക്കെ പിന്നെ ഒരു കിഴങ്ങിനുണ്ടാവും. ഒരു മൂട്ടിൽ തന്നെ 10-15 കിഴങ്ങുകളുണ്ടാവും. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ്. ഇത് എന്താണെന്നറിയോ? ഇത് ഗജേന്ദ്ര ചേന, ആന്ധ്രയാണ് ഇതിന്റെ സ്വദേശം. ഈ നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങി ധാരാളമുണ്ട്. ഇപ്പോൾ ഇത് കഴിക്കുന്നതിന് നല്ല സോഫ്റ്റാണ്. അത് മാത്രമല്ല നല്ല വിളവ് കിട്ടും. നമ്മൾ നടുന്നതിന് പീസിൻ്റെ ഒക്കെ ഒരു 10 ഇരട്ടിയിൽ കൂടുതൽ വിളവ് കിട്ടുന്നതാണ്. പിന്നെ മറ്റസുഖങ്ങളും കാര്യങ്ങളും ഇതിന് അങ്ങനെ വരുന്നില്ല. ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിന്നെ കുംഭമാസത്തിലെ വെളുത്തവാവിനാണ് ചേന നടുന്നത്. പിന്നെ തടം അറിഞ്ഞ് അതിനകത്ത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പമണ്ണാക്ക് ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേന പൂള് വെട്ടി പൂളിൽ ചാണകപ്പൊടി പച്ചച്ചാണകം പുരട്ടി ഒന്ന് വാട്ടിയെടുത്ത് കൊണ്ടുവന്ന് നടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മുളച്ച് വരുന്ന സമയത്ത് നല്ല രീതിയിൽ പച്ച ചാണകവും പച്ച തോലുകളും വെച്ച് നല്ല രീതിയിൽ മണ്ണടുപ്പിച്ചു കൊടുക്കണം. ഈ 2 മാസം കൂടുമ്പോൾ മണ്ണടുപ്പിച്ചു കൊടുത്താൽ വളരെയധികം വലിപ്പമുള്ള ചേന നമുക്ക് എടുക്കാം. ഇത് അടതാപ്പ്. പുതിയ തലമുറയിൽപ്പെട്ട ആർക്കും ഇത് അറിയത്തില്ല. ഇത് പണ്ട് കാലങ്ങളിൽ വേലിപ്പടർപ്പുകളിൽ ധാരാളം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇത് തിരക്കി പിടിച്ച ആൾക്കാർ വരാറുണ്ട്. ഇതിന്റെ ചുവട്ടിൽ കാച്ചിൽ പരുവത്തിൽ കിളിക്കുകയും ചെയ്യും. വള്ളിയിൽ ഉരുളക്കിഴങ്ങ് പോലെ ഉണ്ടാവുകയും ചെയ്യും. ഇത് ചെറിയ വിത്താണ്. ഇത് ഒരുപാട് വലുതാവും. ഇത് ഇപ്പോൾ ആവശ്യക്കാർ ധാരാളം ഉണ്ട്. പുഴുങ്ങിയും കഴിക്കാം, ചുട്ടും കഴിക്കാം, പിന്നെ തീയൽ പോലെ വെച്ച് കഴിക്കാം. ഇറച്ചിക്കാച്ചിൽ എന്നുള്ള ഒരു പേരുമുണ്ട്. ഇറച്ചി പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് അടതാപ്പിൻ്റെ ഇത് മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഭാഗമാണ്. ഇതാണ് വള്ളിയിൽ പിടിക്കുന്ന ഭാഗം.
ഇത് സെയിമായിട്ട് ഉരുളൻകിഴങ്ങ് പോലെ തന്നെ ഇരിക്കും. ഇതിപ്പം മുളച്ച് വന്നിരിക്കുകയാണ്. ഇത് നടേണ്ട സമയം കഴിഞ്ഞു. ഇത് നട്ട് കഴിഞ്ഞാൽ ഒരു ഡിസംബർ ജനുവരി ആകുമ്പോൾ ഈ വിത്തുകൾ തനിയെ അടന്നു വീഴും. അതാണ് അതിൻ്റെ പരുവം. അത് കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ വീണ്ടും നടാം. വള്ളി പടർന്നു പോകും. നല്ല രീതിയിൽ വെയിലുള്ള ഭാഗത്ത് പടർത്തി വിട്ടുകൊടുത്താൽ ധാരാളം കാ പിടിക്കുന്നതായിരിക്കും. ഇതാണ് കൂവക്കിഴങ്ങ്. ആരോ റൂട്ട് പൗഡർ ഉണ്ടാക്കുന്ന കൂവപ്പൊടി ഉണ്ടാക്കുന്നത് നല്ല വെള്ള കൂവയാണ്. ഇത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് കൂവപ്പൊടി. ഒരു കിലോയ്ക്ക് 1300 1400 രൂപ വരെ വിലയുണ്ട്. നല്ല രീതിയിൽ സംസ്കരിച്ചെടുത്താൽ എടുക്കുന്നതാണ്. കുട്ടികളുടെ അസുഖങ്ങൾക്കും വയറ്റിൻ്റെ ഇതിനെല്ലാം ഉപയോഗിക്കുന്നതാണ്. ഇത് വയലറ്റ് കാച്ചിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇത് മൊത്തത്തിൽ വയലറ്റ് കളറ് നീലക്കാച്ചിൽ എന്നും പറയും. ഇതും ഇതേപോലൊക്കെ തന്നെ നടിയിലും കാര്യങ്ങളും എല്ലാം. പക്ഷെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഒരു ചെറിയ പീസ് വെച്ചാൽ മതി. ഒരു 300 ഗ്രാമിനകത്തുള്ള ഒരു പീസ് നട്ട് കഴിഞ്ഞാൽ ഒരു 2 കിലോയ്ക്ക് അടുത്ത് 2 കിലോ കൂടുതൽ തൂക്കം കിട്ടും. ഇത് ഉണ്ടക്കാച്ചിൽ. ഇതിൻ്റെ ചെറിയ പീസാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതൊരു 5-6 കിലോ കൂടുതൽ നമ്മളൊരു ചെറിയ ഒരു 1/2 കിലോയ്ക്ക് താഴെയുള്ളൊരു പീസ് നട്ട് കഴിഞ്ഞാൽ കിട്ടും. ഇതും ജൈവ രീതിയിൽ തന്നെ. ബാക്കിയെല്ലാം വിൽപ്പന കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പം നടുന്നതിന് വേണ്ടി വെക്കുന്നതാണ്. ഇത് നീളം കാച്ചിൽ. ഇത് ഒരു 8 മാസം 9 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് വിളവെടുക്കാം. ഒരു 350-400 ഗ്രാമിൻ്റെ പീസാണ് കട്ട് ചെയ്ത് നടുന്നത്. സാധാരണ ജൈവ രീതിയിലുള്ള ചാണകപ്പൊടിയും മറ്റുമൊക്കെ ഉള്ള വളങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്. ഇതാണ് മഞ്ഞക്കൂവ. കസ്തൂരി മഞ്ഞളിൻ്റെ അപരനാണ്. കസ്തൂരി മഞ്ഞൾ പോലെ തന്നെ ഇരിക്കും. ഇത് പക്ഷേ കസ്തൂരി മഞ്ഞളിന് ക്രീം കളറാണ്. ഇത് മഞ്ഞക്കൂവയാണ്. ഇത് മഞ്ഞൾ എന്നുള്ള നിലയ്ക്കാണ് ഇതിന് മഞ്ഞ പിന്നെ കാണുമ്പോൾ എല്ലാവരും കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. ഇത് മഞ്ഞക്കൂവയാണ്. ഇത് കൂവ. മഞ്ഞക്കൂവയുടെ തണ്ടിന് ഈ പിന്നെ അതിൻ്റെ മധ്യഭാഗത്ത് കൂടി ഒരു വയലറ്റ് വരയുണ്ട്. പിന്നെ അതിൻ്റെ പൂ ഇതേപോലെ ഇരിക്കും. പക്ഷേ കസ്തൂരി മഞ്ഞളിൻ്റെ ഇലയ്ക്ക് ഈ വയലറ്റ് വരയില്ല. നല്ല അതിൻ്റെ ഇല നമ്മൾ തടവി നോക്കിയാൽ നല്ല വെൽവെറ്റ് പോലെ ഇരിക്കും. ഇത് മാങ്ങായിഞ്ചി. ചമ്മന്തി ഉണ്ടാക്കാനും അച്ചാറിനുമായി ഉപയോഗിക്കുന്നതാണ്. ഈ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അധിക പുരയിടങ്ങളിലൊന്നും ഇത് കാണാറില്ല. ഒരുവിധം ഡിമാൻഡൊക്കെ ഉള്ളതാണ്. നല്ല അച്ചാറാണ്. ചമ്മന്തി മാങ്ങയുടെ ടേസ്റ്റാണ്. അതുകൊണ്ടാണ് മാങ്ങായിഞ്ചി എന്ന് പറയുന്നത്. ഇത് കരിമഞ്ഞൾ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതാണ്. കരിമഞ്ഞൾ. ഇത് ഒടിച്ചു കഴിയുമ്പോൾ നീല കളറാണ്. പലരും കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു പീസ് കിട്ടി. ഞാനും അത് കൃഷി ചെയ്തു. ഇത് കൂവച്ചേമ്പ്. ഇത് ചെടിയായിട്ടും വളരും, ചേമ്പായിട്ടും. ഇത് പുഴുങ്ങി കഴിക്കാൻ നല്ലതാണ്. ചെടി പോലെ വീട്ടിന് മുറ്റത്തൊക്കെ നടുന്നതുമാണ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പാകമാകുന്ന സമയത്ത് തന്നെ എടുത്തില്ലെങ്കിൽ ഇത് വേരാണ്. മുറ്റിപ്പോയാൽ കഴിക്കാൻ കൊള്ളത്തില്ല. പുഴുങ്ങി കഴിക്കാനാണ് ഏറ്റവും നല്ലത്. മധുരമുള്ളതാണ്. ചെറുകിഴങ്ങെന്ന് പറയും. പല സ്ഥലങ്ങളിലും ചെറുവള്ളിക്കിഴങ്ങെന്ന് പറയും. ഈ കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട തന്നെ മുക്കിഴങ്ങ് തന്നെ കിഴങ്ങ് കഴിഞ്ഞ് ഉള്ളൊരു ഐറ്റമാണ്. ഇതിൽ വിളവ് അധികം ഒരുപാടുണ്ടാകത്തില്ല. ഇതിൻ്റെ വള്ളിയും ചെറിയ രീതിക്ക് മറ്റേ കമ്പങ്ങണം കുത്തി കൊടുത്ത് അതിൽ പടർത്തി എടുക്കാവുന്നതാണ്. ഞാനൊരു സ്പിന്നിങ് മിൽ തൊഴിലാളിയായിരുന്നു. 2022 ജോലിയിൽ നിന്ന് റിട്ടയറായി. അതിനുശേഷം കൃഷി അതിന് നേരത്തെ ഉണ്ട്, കൃഷിയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 9 വർഷമായിട്ട് പുല്ലിയത്ത് പരിപാടി, ബ്രഷ് കട്ടർ ഉപയോഗിച്ചുള്ള പുല്ലിയത്ത് ചെയ്യുന്നുണ്ട്. ഇത് ആ കാലത്തൊന്നും ആൾക്കാർ വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഒരു അധിക വരുമാനം എന്നുള്ള നിലയ്ക്ക് ഇത് എനിക്കൊരു നല്ല ജീവിത മാർഗമാണ്. ഞാനിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. കൃഷിയും പുല്ലുവെട്ടുമാണ് എനിക്കിപ്പോൾ എൻ്റെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുല്ല് വെട്ടുന്നതിന് ഒരു മണിക്കൂറിന് 400 രൂപയാണ് കൂലി. ഇതിൻ്റെ കൂടെ കുറച്ച് പണിക്കാർ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ അല്ല. ഒരു ജൂൺ മുതൽ ഡിസംബർ വരെയൊക്കെയാണ് ഇതിൻ്റെ സീസൺ. അത് കഴിയുമ്പോൾ പിന്നെ ഓഫാണ്. ആ സമയത്ത് എല്ലാ അമ്പലങ്ങളിലോ മറ്റു ചെറിയ വർക്കുകളൊക്കെ ഉള്ളൂ. കണ്ടിന്യൂസ് വർക്കില്ല. ഇതുകൊണ്ട് ജീവിക്കാൻ പിന്നെ നല്ല വരുമാനം കിട്ടുന്നുണ്ട്.